വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന റീപാക്കിംഗ് ബിസിനസ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇത്. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരെ തുച്ഛമായിട്ടുള്ള രൂപയ്ക്ക് പോലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണിത്. നമ്മൾ പ്രോഡക്റ്റ് സ്വന്തമായിട്ട് നിർമ്മിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റീപാക്കിംഗ് ബിസിനസ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ. ആദ്യം തന്നെ നോക്കാം എന്താണ് റീപാക്കിംഗ് ബിസിനസ് എന്നുള്ളത്. നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ റീപാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്നോ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്ത് ഇറക്കുന്നതിനെയാണ് റീപാക്കിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. റീപാക്കിംഗ് പ്രോഡക്ട്സ് നമുക്ക് ഏത് വേണമെങ്കിലും ഏത് കാറ്റഗറി വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ധാരാളം ആളുകൾ ചെയ്യുന്ന കാറ്റഗറിയാണ് നമ്മളുടെ ഫുഡ് ഐറ്റംസ് എന്നുള്ളത്. അതിൽ സ്പൈസസ് ആണ് ഏറ്റവും അധികം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷിക്കാരിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മളുടെ ഏലക്ക, ഗ്രാമ്പ് പോലുള്ള ഐറ്റംസ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ ബോർഡ് ഐറ്റംസ് ഒക്കെ ആക്കി റീപാക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ഫുഡ് കാറ്റഗറി ഐറ്റംസും നമുക്കിങ്ങനെ റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സേമിയ, നമ്മുടെ ചെറിയ ചെറിയ മിഠായി, ബ്രെഡ്, മിക്സർ, ചിപ്സ്, അങ്ങനെ എന്ത് പ്രോഡക്റ്റും നമുക്ക് റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സിനെ കണ്ടെത്തുക, എന്നിട്ട് നമുക്ക് ഒരു റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ റീപാക്ക് ചെയ്യുന്നതെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പാക്കർ ലൈസൻസും ആണ് നമ്മൾ എടുക്കേണ്ടത്. വീടിന്റെ അഡ്രസ്സിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ക്ലീനിങ് പ്രോഡക്ട്സ് എന്നുള്ളത്. ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലോർ ക്ലീനർ പോലുള്ള ഐറ്റംസ് ഒക്കെയാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് MSME സർട്ടിഫിക്കറ്റ്, നമ്മുടെ പാക്കർ ലൈസൻസും ആണ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോസ്മെറ്റിക് ഐറ്റംസ് റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ഐറ്റംസിന്റെ റീപാക്കിംഗ് ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആണ്, എന്നാൽ നല്ല ഹൈ റിസ്ക് ഉള്ളതാണ് അല്ലെ. കാരണം ഇതിൽ മാനുഫാക്ചേഴ്സ് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രോഡക്റ്റ് ആളുകൾ യൂസ് ചെയ്തിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ, എന്തെങ്കിലും സ്കിൻ അലർജിക്ക് ഉണ്ടായാൽ നമ്മളെ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും സേഫ് അല്ലാത്തൊരു ബിസിനസ് കൂടിയാണ് ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ഐറ്റത്തിന്റെ റീപാക്കിംഗ് ബിസിനസ്. അടുത്തായിട്ട് നമുക്ക് റീപാക്ക് ചെയ്യാൻ വേണ്ടതാണ് നമ്മുടെ ഡ്രസ് ഐറ്റംസ് അല്ലേ. ഇപ്പോൾ ഷർട്ട് ആകാം, ചുരിദാർ ആകാം, കുർത്തി ആകാം, സാരി ആകാം. അത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നമുക്ക് മാർക്കറ്റിൽ ഇറക്കാം. അതുപോലെ ഇമിറ്റേഷൻ ജ്വല്ലറി അല്ലെങ്കിൽ കൊച്ചു കൊച്ചു നമ്മുടെ ഹെയർ ആക്സസറീസ്, അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഇത്തരത്തിൽ റീപാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് പ്രോഡക്റ്റും, ഇപ്പോൾ ചപ്പല്, ബാഗ്, അങ്ങനെ എന്ത് പ്രോഡക്റ്റും നമുക്ക് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ട് വരുന്ന ലൈസൻസ് എന്തൊക്കെയാണ്? എന്ത് ലൈസൻസ് ആണോ ആ പ്രോഡക്റ്റിന് വേണ്ടി വരുന്നത് ആ പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള ലൈസൻസ് വേണം. അടുത്തത് ഇത് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കർ ലൈസൻസ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരു പാക്കറ്റിൽ, ഒരു കവറിൽ പ്രിന്റ് ചെയ്ത ശേഷം മാത്രമാണ് നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇത്തരത്തിൽ റീപാക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മാനുഫാക്ചേഴ്സ് എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ മൈദ പോലും അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അലർജി ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് ഒക്കെ മാറിപ്പോവാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ അലർജിറ്റിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പ്രോഡക്റ്റ് വാങ്ങിച്ചതിന്റെ ബില്ലൊക്കെ ശരിയായ രീതിയിൽ എടുത്തു വെക്കുക. പിന്നെ അതുപോലെ ലൈസൻസ് എടുക്കുമ്പോൾ റീപാക്കിംഗ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം അറിയുന്ന ആരെ കൊണ്ടെങ്കിലും ഈ ഒരു വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി മാർക്കറ്റിംഗിന്റെ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിലൊക്കെ നമ്മുടെ സ്പൈസസ്, അച്ചാർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വിൽക്കാം. അതുപോലെ നമ്മുടെ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നും പണ്ടും ഇനി വരുന്ന കാലത്ത് നല്ല സ്കോപ്പുള്ള ഒരു ബിസിനസ്, ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സും ആണ് കേട്ടോ ഇത്. അപ്പോൾ റീപാക്കിംഗ് ബിസിനസിന്റെ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാം എന്നുള്ളതിന്റെ ട്രെയിനിങ് ഓൾറെഡി നമ്മളിപ്പോൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ ഡ്രസ്സ്, ജ്വല്ലറി ബിസിനസിന്റെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത്തരത്തിൽ മാനുഫാക്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ടോട് കൂടി ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.